പിണറായി വിജയൻ സർക്കാരിനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതാണ് CPIMന്റെ വിലയിരുത്തൽ എങ്കിൽ CPIക്ക് അത്തരത്തിൽ ഒരു വിലയിരുത്തലല്ല, മറിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, ഇത്തരം ചില നിരീക്ഷണങ്ങൾ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആരൊക്കെ മത്സരിക്കും എന്നതും ആര് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കും എന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഒരു നിർണായക തെരഞ്ഞെടുപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിന് ഒട്ടേറെ കാരണങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും നിർണായകമാവുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ്. അവരുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പങ്കുണ്ട്. മറുഭാഗത്ത് ഇടതുപക്ഷത്തിലേക്ക് വരുമ്പോൾ 2 ടേം പിണറായി വിജയൻ പൂർത്തിയാക്കുകയാണ്. ഏറ്റവും മികച്ച ഭരണമായിരുന്നു പിണറായി വിജയൻ്റേത് എന്ന് ഇടതുപക്ഷം തുടർച്ചയായി അവകാശപ്പെടുന്ന സാഹചര്യം, മൂന്നാമതും ഭരണത്തിലേറാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന CPIMൻ്റേതുൾപ്പെടെയുള്ള വിലയിരുത്തൽ. അവിടെയാണല്ലോ ഈ മന്ത്രിമാരിൽ ആരൊക്കെ മത്സരിക്കും എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. കാരണം അവർക്ക് നൽകുന്ന ഒരു മാർക്കറ്റിൽ കൂടിയായി തെരഞ്ഞെടുപ്പ് മാറുന്ന പശ്ചാത്തലമുണ്ടാകും. ഇതിലെത്ര പേർ ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? CPI മന്ത്രിമാരിൽ 4 പേരും മത്സരരംഗത്തുണ്ടാകുമെന്നതാണ് ഉറപ്പ്. CPIയുടെ 4 മന്ത്രിമാർ, അതായത് കെ രാജൻ ഒല്ലൂരിൽ തന്നെ മത്സരിക്കും. 2 തവണ അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചതാണ്. അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് തന്നെ ജനവിധി തേടും. ചേർത്തലയിൽ P പ്രസാദും മത്സരിക്കും, അതിലും മാറ്റമുണ്ടാകില്ല. GR അനിലിന് നെടുമങ്ങാട് ആദ്യ ഊഴത്തിന് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ കഴിഞ്ഞു. 2ാം ഊഴവും GR അനിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ചിഞ്ചുറാണിയും മത്സരിക്കും, പക്ഷേ അവരുടെ മണ്ഡലത്തിന്റെ കാര്യത്തിൽ എപ്പോൾ മാറ്റമുണ്ടാകാം. ചടയമംഗലത്താണ് ചിഞ്ചുറാണി നിലവിൽ MLA ആയിട്ടുള്ളത്. ഒരുപക്ഷെ അവിടെ നിന്നോ അല്ലെങ്കിൽ GS ജയലാൽ ഒഴിയുന്ന ചാത്തന്നൂരിലേക്കോ ചിഞ്ചുറാണി മാറാം. ഏതായാലും അവരും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അതായത് CPIയുടെ 4 മന്ത്രിമാരും മത്സരിക്കും. ഇളവുകൾ നൽകി തന്നെയാണ് കെ രാജൻ ഉൾപ്പെടെയുള്ളവരെ മത്സരരംഗത്തേക്ക് CPI കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. പരമാവധി വിജയസാധ്യത അണിനിർത്താനാണ് CPIMന്റെയും CPIയുടെയും ഒക്കെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഈ സിറ്റിംഗ് MLAമാരിൽ ഭൂരിഭാഗം ആളുകൾക്കും സീറ്റ് നൽകാൻ തീരുമാനിക്കുക. അതിന്റെ ഭാഗമായി മന്ത്രിമാരും സ്വാഭാവികമായി മത്സരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം തെക്കൻ കേരളത്തിൽ നോക്കിയാൽ അത് നേമമാണ്. നേമത്ത് V ശിവൻകുട്ടിയാണ് CPIMന്റെ MLA. അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം ചില ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ഒരു മാറ്റവും ഉണ്ടാകില്ല. V ശിവൻകുട്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ V ശിവൻകുട്ടി നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് ഉറപ്പാണ്. ശിവൻകുട്ടി അല്ലാതെ മറ്റാരെയും CPI മുന്നിൽ ആ നിയമമണ്ഡലം നിലനിർത്താൻ BJPയുടെ അക്കൌണ്ട് പൂട്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പോയി പ്രസംഗിച്ച് പൂട്ടിച്ച് അക്കൌണ്ട് വീണ്ടും പൂട്ടത്തിന് കിടക്കണമെങ്കിൽ ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേര് CPIന് മുന്നിലില്ല. രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അതിശക്തമായ പോരാട്ടത്തിന് അവിടെ കളമൊരുങ്ങുകയാണ്. അവിടെ മാറ്റമുണ്ടാകില്ല. GR അനിലിന്റെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കും. സംസ്ഥാന ധനമന്ത്രിയാണ്. ബാലഗോപാലിനെ കൊല്ലത്തേക്ക് മാറ്റണമെന്ന അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് ബാലഗോപാൽ കൊട്ടാരക്കര തന്നെ മത്സരിക്കും. അദ്ദേഹം കൊല്ലത്തേക്ക് പോകാൻ ഇടയില്ല. പത്തനാപുരത്ത് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ വീണ്ടും പത്തനാപുരത്ത് മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യുമെന്ന് KV ഗണേഷ് കുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചിഞ്ചുറാണി ചടയമംഗലത്തിന്റെ ചാത്തൂരിലേക്ക് മാറിയേക്കാം. വീണ ജോർജ് ആറന്മുളയിൽ തന്നെ മത്സരിക്കും. മറ്റു പേരുകൾ CPIന് മുൻപിലില്ല. 2 തവണ തുടർച്ചയായി ജയിച്ച നേതാവാണ്. ഇതിൽ തുടക്കത്തിൽ പറയാവുന്ന ഒരു കാര്യം, ഈ 2 ടേം എന്നത് CPIM ഇത്തവണ എടുത്ത് കളയുമെന്ന് ഉറപ്പാണ്. വളരെ മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് നൽകിയ വാർത്ത കൂടിയാണത്. 2 ടേം സീറ്റിന് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. വിജയസാധ്യത തന്നെയാണ് ഇത്തവണ CPIMന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ തവണ മുതിർന്ന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു. 2 ടേം നിബന്ധന കർശനമാക്കുകയും ചെയ്തു. ഇത്തവണ അത് ഉണ്ടാകില്ല. അപൂർവ ചില ആളുകൾക്ക് മാത്രമേ ആ ടേം നിബന്ധനയെ തൊട്ട് മാറേണ്ടി വരികയുള്ളൂ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. VN വാസവൻ ഏറ്റുമാനൂരിൽ വീണ്ടും മത്സരിക്കും. കോട്ടയത്ത് നിന്നുള്ള CPIMന്റെ മന്ത്രിയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. സജി ചെറിയാൻ ഒരു തവണ ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നു, പിന്നീട് പൊതുതെരഞ്ഞെടുപ്പ് 2021 ജയിച്ചു. വീണ്ടും സജി ചെറിയാൻ ചെങ്ങന്നൂർ തന്നെ മത്സരിക്കും. ചെങ്ങന്നൂരും പല പേരുകൾ ഉയർന്നു കേൾക്കുന്നതുകൊണ്ട് തന്നെ വളരെ ശക്തിയേറെ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളൊന്നായി മാറുമെന്ന് ഉറപ്പാണ്. P പ്രസാദ് ചേർത്തലയിൽ CPI മന്ത്രി വീണ്ടും മത്സരിക്കും. കളമശ്ശേരിയിൽ നിന്ന് തന്നെയാകും P രാജീവ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വ്യവസായ മന്ത്രി ജനവിധി തേടുക. കെ രാജൻ ഉല്ലൂരിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. R ബിന്ദുവിന്റെ കാര്യത്തിലാണ് CPI മന്ത്രിമാരിൽ അനിശ്ചിതത്വമുള്ള ഒരു പേര്. ബിന്ദു ഒരുപക്ഷെ മത്സരിച്ചേക്കില്ല. അവിടെ പറഞ്ഞു കേൾക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട ഒരു പേരാണ്. CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A വിജയരാഘവൻ
ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിക്കുമെന്ന സാധ്യതകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിനെ മറ്റ് ചുമതലകളിലേക്ക് CPM മാറ്റിയേക്കാം. അവിടെ വിജയരാഘവൻ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നത്. മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് മത്സരിക്കും. PV അൻവർ കൂടി വരികയാണെങ്കിൽ അവിടെ അതിശക്തമായൊരു പോരാട്ടം പ്രതീക്ഷിക്കാവുന്ന മണ്ഡലമാണ് ബേപ്പൂർ. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ ചർച്ച ചെയ്തതാണ്. എലത്തൂരിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കും. അദ്ദേഹം മാറണമെന്ന ആവശ്യം പ്രാദേശികമായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ശശീന്ദ്രൻ മാറിയാൽ ആ സീറ്റ് CPM ഏറ്റെടുക്കാനാണ് സാധ്യത. CPM വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണത്. CPM സ്ഥാനാർത്ഥികൾ അനായാസം ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലം. അവിടെ ശശീന്ദ്രനോടുള്ള വ്യക്തിബന്ധം കൊണ്ട് മാത്രമാണ് ശശീന്ദ്രൻ അതിന്റെ സീറ്റ് തുടർച്ചയായി മത്സരിപ്പിക്കുന്നത്. ശശീന്ദ്രൻ മാറിയാൽ സീറ്റ് CPM എടുക്കും. അങ്ങനൊരു അബദ്ധത്തിലേക്ക് പോകണ്ട എന്ന അഭിപ്രായം NCPയുടെ നേതൃനിരയിലുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരൊക്കെ അവിടെ ഉയർന്നു വന്നെങ്കിലും അവരൊന്നും ഇപ്പോൾ മത്സരിക്കില്ല. പകരം ശശീന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കുമെന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട്. അവിടെ അതാണ് AK ശശീന്ദ്രൻ. B അബ്ദുറഹ്മാൻ CPMന്റെ സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം 2 തവണ ജയിച്ചയാളാണ് താനൂരിൽ നിന്ന്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട്. മത്സരിക്കുമ്പോൾ മണ്ഡലം മാറിയാൽ കൊള്ളാമെന്ന ആഗ്രഹം അദ്ദേഹം വേണ്ടപ്പെട്ടതിലൂടെ പറഞ്ഞിട്ടുണ്ട്. താനൂരിൽ നിന്ന് തിരൂരിലേക്കോ തവന്നൂരിലേക്കോ മാറണമെന്ന ഒരു ആഗ്രഹമാണ് അബ്ദുറഹ്മാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും ഇപ്പോഴത്തെ മണ്ഡലം താനൂർ തന്നെ മത്സരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹവും മത്സരരംഗത്ത് ഉണ്ടാകും. OR കേളു മാനന്തവാടിയിൽ നിന്ന് മത്സരിക്കും. CPMന്റെ സംസ്ഥാന സമിതി അംഗമാണ്. K കൃഷ്ണൻകുട്ടി പാലക്കാട് നിന്നുള്ള ജനതാദൾ നേതാവ്. അദ്ദേഹത്തിന് മത്സരിക്കാനില്ല എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനമൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാറാനാണ് സാധ്യത. MB രാജേഷിന്റെ പേരിലാണ് ചില അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങളായി പ്രചരിക്കുന്നത്. MB രാജ് CPMന്റെ സംസ്ഥാന സമിതി അംഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കളിൽ ഒരാളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അദ്ദേഹം തൃത്താലയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചു വന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്ന തരത്തിൽ ചർച്ചകൾ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ MB രാജേഷും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. വളരെ സജീവമായി തൃത്താല മണ്ഡലത്തിൽ MB രാജേഷുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ CPMന് കുറച്ച് തിരിച്ചടി ഉണ്ടായിരുന്നു. അത് ആ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് MB രാജേഷുടെ മാറും എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നത്. CPM അത്തരത്തിൽ ആലോചന നടത്തുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അവിടെ ഒരുപക്ഷെ MR മുരളിയെ CPM ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ MR മുരളിയെ പരിഗണിച്ചേക്കും. MR മുരളിയെ ഷൊർണൂരിൽ മത്സരിപ്പിക്കാനാണ് CPM നേരത്തെ ആലോചിച്ചത്. ഷൊർണൂർ ചില അപ്രതീക്ഷിത പറയാൻ കഴിയില്ലെങ്കിൽ പോലും PR സലിന്റെ പേര് ഷൊർണൂരിലും ഒറ്റപ്പാലത്തും പറഞ്ഞു കേൾക്കുന്നു. ഒറ്റപ്പാലം MLA പ്രേംകുമാർ ഒരു തവണ മാത്രമാണ് MLA ആയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി സീറ്റ് നൽകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ പ്രേംകുമാറിനെ ഷൊർണൂരിലേക്ക് മാറ്റിയിട്ട് PR സലിനെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാനും CPM ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ MR മുരളി രാജേഷ് മത്സരിക്കുന്നില്ലെങ്കിൽ പകരക്കാരനായി തൃത്താലയിൽ മത്സരിക്കാനാണ് ഇപ്പോൾ സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ മത്സരിക്കും. മാറ്റമുണ്ടാകില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ് കോൺഗ്രസ് എസിന്റെ ഏക സീറ്റ്. അദ്ദേഹത്തെ കണ്ണൂരിൽ തവണ സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് ഒരുപക്ഷെ CPM ഏറ്റെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. AN ഷംസീർ തലശ്ശേരിയിൽ നിന്ന് വീണ്ടും മത്സരിക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അവിടെ മുഖ്യമന്ത്രിയുടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.